ഹലോ എവരി വൺ. ഇതൊരു ഡെമോ വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എസ്പെഷ്യലി ഇൻ മലയാളം ആൻഡ് ഇംഗ്ലീഷിൽ വളരെ ഈസി ആയിട്ട് മൈക്രോസോഫ്റ്റ് പവർ ബി ഐ പഠിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിലൂടെ കിട്ടാൻ പോകുന്നത്. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സെയിൽസ് അനാലിസിസ് ഡാഷ്ബോർഡാണ്. സോ എനിക്ക് എന്ത് ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു എക്സൽ സെയിൽസ് ഡാറ്റ ഉണ്ട്. സോ അതിൻ്റെ കോളംസ് എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഓർഡർ നമ്പർ വരുന്നുണ്ട്, കസ്റ്റമർ നെയിം വരുന്നുണ്ട്, പ്രൊഡക്റ്റ് വരുന്നുണ്ട്, പ്രൊഡക്റ്റ് കാറ്റഗറി, അങ്ങനെ നമുക്ക് കൺട്രി, സെയിൽസ്മാൻ, അതിൻ്റെ സെയിൽസ് പ്രൈസ്, കോസ്റ്റ് എല്ലാം വരുന്നുണ്ട്. സോ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ യു ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ എച്ച് ആർ ഡാറ്റ ആയിരിക്കും നിങ്ങളുടെ കയ്യിലുണ്ടാവുന്നത്, ചിലപ്പം പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഫിനാൻസ് ഡാറ്റ ആയിരിക്കും, ചിലപ്പോൾ എച്ച് ആർ ഡാറ്റ ആയിരിക്കും. അങ്ങനെ ഏത് ഡൊമൈനിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ അത്തരത്തിലുള്ള ഡാറ്റ ഉണ്ടായിരിക്കും. സോ നമ്മൾ ഡെമോ കാണിക്കാൻ പോകുന്നത് സെയിൽസ് ഡാറ്റ വെച്ചിട്ടാണ്. സോ ഞാൻ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മളെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡാറ്റയെ നമ്മൾ പവർ ബിയിലേക്ക് കണക്ട് ചെയ്യണം. സോ നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് പവർ ബി ഐ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. പവർ ബി ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് അത് ഫസ്റ്റ് ഇനീഷ്യലി വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് ഈ ബ്ലാങ്ക് റിപ്പോർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹോം പേജിലേക്ക് എന്ത് ചെയ്യും, അത് നാവിഗേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ഇവിടെ നമ്മൾ എക്സൽ ഫയൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഗെറ്റ് ഡാറ്റ എന്നുള്ള ഈ മെനു പോയി കഴിഞ്ഞാൽ എക്സൽ വർക്ക് ബുക്ക് എന്നുള്ള ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട സെയിൽസ് ഡാറ്റ, നമ്മൾ ഡാറ്റ ഓൾറെഡി ഫയലിൻ്റെ പേര് ഓൾറെഡി ഡാറ്റ സെയിൽസ് ഡാറ്റ എന്നായിരുന്നു, നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സൽ ഫയലിനകത്ത് നമ്മൾ എത്ര ഷീറ്റ്സ് ആണോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആ ഷീറ്റ്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ സിംഗിൾ ഷീറ്റാണ് നമ്മൾ ഫയലിനകത്തുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്ത് നമുക്കൊരു സിംഗിൾ ഷീറ്റ് മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ പ്രിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ആ ജസ്റ്റ് കോളംസ് ഒക്കെ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, വൺസ് ഇറ്റ് ഈസ് ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. എന്നിട്ട് പവർ ബിയിലേക്ക് എന്ത് ചെയ്യുക, ഈ ഡാറ്റയെ ലോഡ് ചെയ്യുക. ഓക്കെ, ഡാറ്റ നമ്മൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഡാറ്റ പെയിനകത്ത് ഈ റൈറ്റ് സൈഡിൽ ഇതിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ ഡാറ്റ പെയിൻ എന്നുള്ള ഈ ഒരു സെക്ഷനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ള ഡാറ്റ നമുക്കൊരു ഡാറ്റ സെറ്റായിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. സോ അതിൻ്റെ കോളംസ് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇനി നമ്മൾ ചെയ്യേണ്ട പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്യണം. അതായത് നമുക്ക് വേണ്ട ഡാറ്റ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഡാഷ്ബോർഡ്സ് അതായത് നമുക്ക് വേണ്ട ഗ്രാഫുകളും ചാർട്ടുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് വ്യൂ എന്നുള്ള ആ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിന് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യണത്. സോ ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ ബിയിൽ നമ്മൾ ഡാഷ്ബോർഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡർ പാർട്ടിൽ എപ്പോഴും KPI കാർഡുകളായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമുക്കതിൻ്റെ അനാലിസിസ് പാർട്ട് വരുന്നുണ്ടായിരിക്കുക, ഗ്രാഫുകളും ചാർട്ടുകളൊക്കെ വരുന്നുണ്ടായിരിക്കുക. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ KPI കാർഡുകൾ, അതായത് നമുക്ക് വേണ്ട ടോട്ടൽ സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ്, അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, KPI കാർഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ആഡ് ചെയ്യുന്നുണ്ടാവുക. സോ അതിന് മുന്നേ നമുക്ക് വേണ്ട എന്തൊക്കെ കാൽക്കുലേഷൻസ് ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു ഡാഷ്ബോർഡിൽ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. സോ എനിക്കിവിടെ വേണ്ട കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കാണണം, ടോട്ടൽ സെയിൽസ് എമൗണ്ട് കാണണം, അതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ് കാണണം, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഓർഡർ വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യണം, അറിയാൻ പറ്റണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ മെഷർ, അതായത് ഒരു പുതിയ കാൽക്കുലേഷൻ എന്ത് ചെയ്യാണ്, ക്രിയേറ്റ് ചെയ്യാണ്. അതിന് ഞാൻ കൊടുക്കുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഓർഡേഴ്സ് എന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പേര് കൊടുക്കുന്നത്. എപ്പോഴും നമ്മൾ ടോട്ടൽ ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അതിൻ്റെ കൗണ്ടാണ്, നമ്പർ ഓഫ് ഓർഡേഴ്സാണ്. സോ ഞാൻ എന്ത് ചെയ്തു, മൈക്രോസോഫ്റ്റ് പവർ ബിയിൽ നമ്മളിതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് എന്നുള്ള ഫംഗ്ഷനാണ്. കൗണ്ട് എന്നുള്ള ഫംഗ്ഷനിലേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഓർഡർ നമ്പറിന് എന്ത് ചെയ്തു, സെയിൽസ് ഓർഡർ നമ്പറിന് ഞാൻ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് നമുക്കവിടെ ക്രിയേറ്റ് ആവും. ഇനി എനിക്ക് വേണ്ടത് നെക്സ്റ്റ് ടോട്ടൽ നമ്പർ ഓഫ് സെയിൽസ് എമൗണ്ട് ആണ്. ഞാൻ എന്ത് ചെയ്തു, അതിന് വേണ്ട ഒരു കാൽക്കുലേഷൻ ഞാൻ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ടോട്ടൽ സെയിൽസ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മൾ അതിൻ്റെ വാല്യൂ, അതായത് ഒരു വാല്യൂവിൻ്റെ സമ്മ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പവർ ബിയിൽ സം എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ സെയിൽസ് എമൗണ്ട് എന്നുള്ള വാല്യൂ ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
സെയിൽസ് എമൗണ്ട് എന്നുള്ള വാല്യൂ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എമൗണ്ടിൻ്റെ സമ്മ് ടോട്ടൽ നമുക്ക് എന്ത് ചെയ്യും പവർ ബിയിൽ അത് ജനറേറ്റ് ചെയ്യും. സോ ഞാൻ എന്ത് ചെയ്തു ടോട്ടൽ സെയിൽസ് എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ടോട്ടൽ കോസ്റ്റാണ്. സോ ഞാൻ എന്ത് ചെയ്തു ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കാൽക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മെഷർ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമുക്ക് വരേണ്ടത് സമ്മാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു കോസ്റ്റ് പ്രൈസ് എന്നുള്ള വാല്യൂനെ നമ്മൾ എന്ത് ചെയ്തു അതിലേക്ക് പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ കോസ്റ്റ് അവിടെ ജനറേറ്റ് ആവും. ഓക്കെ, ഐ ക്രിയേറ്റഡ് 3 മെഷേഴ്സ് നൗ. നെക്സ്റ്റ് എനിക്ക് വേണ്ടത് എന്താണ് ടോട്ടൽ പ്രോഫിറ്റാണ്. സോ ഞാൻ എന്ത് ചെയ്തു ഒരു പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്തു, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് എന്നുള്ള കോളം ഓൾറെഡി ഇല്ല, പക്ഷേ നമുക്ക് ടോട്ടൽ സെയിൽസും ഉണ്ട് ടോട്ടൽ കോസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ആയിരിക്കും. അത് ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ സെയിൽസ് എടുത്തു, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്തു അതിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. സോ നമുക്ക് വേണ്ട 4 കാൽക്കുലേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം പവർ ബി ഐ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതിനായി ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യണം ജസ്റ്റ് ഒരു ചെറിയ കളർ കൊടുക്കണം. സോ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തു. ഇനി അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ക്യാൻവാസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കളർ എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ കളർ ചൂസ് ചെയ്തു. എന്നിട്ട് ഈ ട്രാൻസ്പെറൻസി എന്ത് ചെയ്തു കുറച്ച് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് ചെയ്തു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പോയിട്ട് നമുക്ക് വേണ്ട രീതിയിലുള്ള വിഷ്വൽസ് നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഈ ഒരു വിഷ്വലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് KPI വിഷ്വലാണ് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത്. സോ ഞാനത് ആഡ് ചെയ്തു. എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് കാണാനുള്ള വിഷ്വൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ സെയിൽസ് കാണാനുള്ളത്, അതുപോലെ ടോട്ടൽ കോസ്റ്റ്, ഫൈനലി ടോട്ടൽ പ്രോഫിറ്റ്. ഓക്കെ കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാണ് ഈ ഒരു KPI കാർഡിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു മെഷർ ഉണ്ടല്ലോ, അതായത് ഈ ഒരു കാൽക്കുലേഷൻ എന്ത് ചെയ്യാണ് ഇതിലേക്ക് അതിൻ്റെ വാല്യൂ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ എന്ത് ചെയ്തു ഈ മെഷർ ക്ലിക്ക് ചെയ്തു, ഈ വിഷ്വൽ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ടോട്ടൽ ഓർഡേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് 2000 ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ടോട്ടൽ സെയിൽസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു സെയിൽസിൽ ക്ലിക്ക് ചെയ്തു. 2 മില്യൺസ് ഡാറ്റ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ചെറിയൊരു ഫോർമാറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഇത് ആക്ച്വലി 2 മില്യൺ അല്ല 2 പോയിൻറ്റ് സംതിങ് വരുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ കാൽ ഔട്ട് വാല്യൂ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ പോയിൻ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ 1.64 ആണ് ആക്ച്വൽ സെയിൽസ് നടന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടോട്ടൽ കോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കതിൻ്റെ ഒരു ടോട്ടൽ കോസ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതിൻ്റെയും ഫോർമാറ്റിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ കാൾ ഔട്ട് വാല്യൂയിൽ പോയിട്ട് 2 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വൽ കോസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഓക്കെ ആക്ച്വലി ഇവിടെ ടോട്ടൽ കോസ്റ്റാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് ടോട്ടൽ പ്രോഫിറ്റ്, അതായത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പ്രോഫിറ്റ് കാണാനുള്ള മെഷർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ആക്ച്വൽ പ്രോഫിറ്റ് കിട്ടി. സോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവിടെ KPIs നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ടോട്ടൽ ഓർഡേഴ്സ്, ടോട്ടൽ സെയിൽസ്, ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ് എന്നുള്ള ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള KPIs നമ്മൾ 5 മിനിറ്റ്സ് പോലും നമുക്ക് വേണ്ടി വന്നിട്ടില്ല ഇത് ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഇപ്പോൾ എനിക്കൊരു എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് വൈസ് സെയിൽസ് അറിയാൻ പറ്റണം. ഓരോ പ്രൊഡക്റ്റിൽ എത്ര സെയിൽസ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ കൺട്രി വൈസ് സെയിൽസ് ഓരോ കൺട്രിയിലും എത്ര സെയിൽസ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചാർട്ടായിട്ട് കിട്ടണം. സോ അതിനായി നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ചാർട്ട് ഞാനിപ്പം പ്രൊഡക്റ്റ് വൈസ് സെയിൽസ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ടാണ്. സോ ഞാൻ ആ ചാർട്ടിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ ക്ലിക്ക് ചെയ്തു. നമുക്ക് വേണ്ടത് എന്തായിരുന്നു അതായത് ഫസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ് ആക്സിസിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം പ്രൊഡക്റ്റ്, അതായത് എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ പേരാണ്. വൈ ആക്സിസിനകത്ത് നമുക്ക് വേണ്ടത് ടോട്ടൽ സെയിൽസ് ആണ്. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് ടോട്ടൽ സെയിൽസ് എന്നുള്ള മെഷർ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടോ നമുക്ക് ആ ഒരു എത്രയാണ് സെയിൽസ് ഓരോ പ്രൊഡക്റ്റ് വൈസ് സെയിൽസ് ഇവിടെ വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ഗെയിമിംഗ് കൺസോളിന് ഇത്ര സെയിൽസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഓരോ ബാറിനകത്തും അതിൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടില്ല ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനലി ഇവിടെ ഒരു ഡാറ്റ ലേബൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടിക്കറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ള സെയിൽസ് അറിയാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യണം എനിക്ക് കൺട്രി വൈസ് എന്ത് അറിയാൻ പറ്റണം ടോട്ടൽ സെയിൽസ് അറിയാൻ പറ്റണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്തു ഇവിടെ പോയി നമ്മൾ എന്ത് ചെയ്തു ഒരു പുതിയ വിഷ്വൽ ആഡ് ചെയ്തു. സപ്പോസ് ഞാൻ എന്ത് ചെയ്തു ഈ സെയിം വിഷ്വൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. എൻ്റെ സൈസൊക്കെ ഒന്ന് അലോക്കേറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു
ഇവിടെ നമ്മൾ എക്സ് ആക്സിനകത്ത് നമുക്ക് വേണ്ടത് എന്തായിരുന്നു? കൺട്രി ആയിരുന്നു. വൈ ആക്സിസിനകത്ത് വേണ്ടത് നമുക്ക് ടോട്ടൽ സെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടോ, നമ്മളെ സെയിൽസ് ഡാറ്റയെ വെച്ചിട്ടുള്ള ടോട്ടൽ സെയിൽസ് ബൈ കൺട്രി, അതായത് ഓരോ രാജ്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ടോട്ടൽ സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഡാറ്റ ലേബൽസ് നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് അറിയാൻ പറ്റും. ഇനി എനിക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി സെയിൽസ് ചാനൽ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺലൈൻ സെയിൽസ് ആണോ ഓഫ്ലൈൻ സെയിൽസ് ആണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പെട്ടെന്ന് ഏതിനകത്താണ് കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് വളരെ ഈസി അറിയാൻ പറ്റും. സോ ഞാൻ അതിനായി യൂസ് ചെയ്യണത് ഞാൻ ഈ ഒരു ഡോനറ്റ് ചാർട്ടാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് ക്ലിക്ക് ചെയ്തു. ഇതിന് അലൈൻമെൻറ്റ് ഒന്ന് കുറച്ച് ടോപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഭംഗിയായിട്ട് നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡോനറ്റ് ചാർട്ടാണ്. സോ ഇവിടെ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും അല്ല വരുന്നത്. അതിന് പകരം ലെജൻഡും അതുപോലെ തന്നെ വാല്യൂസാണ്. ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ള ആ ഒരു വാല്യൂസ് ആയിരിക്കും. അതിന് വാല്യൂസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കതിൻ്റെ ആക്ച്വൽ സെയിൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? ആഡ് ചെയ്യുന്നുണ്ടാവുക. സോ ഞാൻ എന്ത് ചെയ്തു? ഈ ലെജൻഡിൽ ക്ലിക്ക് ചെയ്തു. അവിടെ നമുക്ക് സെയിൽസ് ചാനൽ ടിക്കറ്റ് കൊടുക്കാം. ഇനി വാല്യൂസിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് വരുന്ന ടോട്ടൽ സെയിൽസ് ആണ്. ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അതിൻ്റെ വാല്യൂ സ്പ്ലിറ്റപ്പ് ചെയ്തു കണ്ടോ. ഇപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈനിലാണ് കൂടുതൽ സെയിൽസ് നടന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ വിഷ്വലൈസേഷൻ നമുക്ക് ആഡ് ചെയ്യാനും പവർ ബി വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റമർ നെയിം വെച്ചിട്ടുള്ള എന്തെങ്കിലും കസ്റ്റമർ നെയിം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് എത്ര സെയിൽസ് നടന്നിട്ടുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ സെയിൽസ്മാൻ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? എത്ര സെയിൽസ് നടന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. ഞാൻ അതിനായിട്ട് എന്ത് ചെയ്യാണ്? ഈ ഒരു ചാർട്ടാണ് ആഡ് ചെയ്യണത്. സോ ഞാൻ എന്ത് ചെയ്തു? ആ ചാർട്ട് ആഡ് ചെയ്തു. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ എക്സ് ആക്സിസിനകത്ത് നമുക്ക് വേണ്ടത്, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസ് വരുന്നത് എന്തായിരിക്കും? സെയിൽസ്മാൻ ആയിരിക്കും. വൈ ആക്സിസ് വരുന്നത് സെയിൽസ്മാൻ്റെ പേരായിരിക്കും. എക്സ് ആക്സിസിലാണ് ആക്ച്വലി അതിൻ്റെ വാല്യൂ വരുന്നത്. സോ വൈ ആക്സിസിൽ വരുന്നത് എന്തായിരിക്കും? സെയിൽസ്മാൻ്റെ പേരായിരിക്കും. എക്സ് ആക്സിൽ വരുന്നത് എന്തായിരിക്കും? ടോട്ടൽ സെയിൽസ് ആയിരിക്കും. കേട്ടോ, അപ്പോൾ നമുക്ക് ഓരോ സെയിൽസ്മാൻ ബേസിൽ എത്ര സെയിൽസ് നമുക്ക് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര വാല്യൂ വരുന്നുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ദ ടോട്ടൽ തിങ് അബൌട്ട് അവർ സെയിൽസ് ഡാറ്റ. സോ നിങ്ങൾക്കിത് വൺസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത് പബ്ലിഷ് ചെയ്തിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മാനേജ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കരിയറിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്താനും, നിങ്ങൾ പുതിയ ജോലി നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ജോബ് കിട്ടാനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ ഒരു പവർ ബി ഐൻ്റെ ഒരു സ്കില്ല് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ഇതിൻ്റെ ഈ ഡെമോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വളരെ ഈസി ആയിട്ട്, അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വാല്യൂടെ നമുക്ക് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പവർ ബി ഐ എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ നിങ്ങളുടെ മലയാളം ലാംഗ്വേജിലായിരിക്കും നമ്മുടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോർ എൻക്വയറി യു ക്യാൻ കമൻറ്റ് ദിസ് വീഡിയോ, അല്ലെങ്കിൽ ഇതിനകത്ത് കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അതിനകത്ത് വാട്സപ്പ് ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.